നമ്മൾ ഇന്ന് പോകാൻ തീരുമാനിച്ചത് പരുന്തുംപാറയ്ക്കാണ്. പത്തനംതിട്ട മുണ്ടക്കയം ഭാഗത്തു നിന്ന് വരുമ്പോൾ കുട്ടിക്കാനത്തിന് തൊട്ട് മുമ്പാണ് വളഞ്ഞങ്ങാനം. അപ്പോൾ നമ്മൾ വളഞ്ഞങ്ങാനത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ. മുണ്ടക്കയത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒരിക്കലും വളഞ്ഞങ്ങാനത്ത് ഇറങ്ങാതെ പോകാറില്ല. കാരണം അവിടുത്തെ വെള്ളച്ചാട്ടത്തിന് നല്ലൊരു ഭംഗിയാണ്. തട്ടായി വരുന്ന വെള്ളച്ചാട്ടമാണ് അവിടെ ഉള്ളത്. നമ്മൾ പോയത് മഴയുള്ള ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല വെള്ളത്തിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. നമ്മുടെ വളഞ്ഞങ്ങാനത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയിലേക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ശക്തി കാരണം ഈ തവണ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. മുകളിൽ നിന്ന് ആസ്വദിക്കാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുകളിൽ നിന്നാലും വെള്ളത്തിൻ്റെ ശക്തി കാരണം എറിച്ചിൽ നന്നായിട്ട് അണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ വളഞ്ഞങ്ങാനത്ത് നിന്നും ഇനി നമ്മൾ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. കുട്ടിക്കാനത്ത് നിന്നും കുമളി തേക്കടി റൂട്ടിലാണിതുള്ളത്. 13 കിലോമീറ്റർ മാറി പീരുമേട്ടിന് അടുത്തതാണ് പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. പിരമിഡിൽ നിന്നും കല്ലാർക്കാവിലയിൽ എത്തിയ ശേഷം വേണം പരുന്തുംപാറയിലേക്ക് പോകാൻ. നമ്മൾ പോയ സമയമെന്ന് പറയുന്നത് നല്ല മഞ്ഞുള്ള ടൈമായിരുന്നു കേട്ടോ. മഞ്ഞ് കാരണം അവിടെയുള്ള ഒന്നും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അൺപ്രെഡിക്റ്റബിൾ ആട്ടോ. പെട്ടെന്ന് തന്നെ മഞ്ഞ് വരും, അല്ലെങ്കിൽ കോട കയറും. പെട്ടെന്ന് മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് ആട്ടോ അവിടെ ഉള്ളത്. മഴ പെയ്ത് തോറും നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റൊക്കെ ആയിട്ട് അവിടെ കാറ്റ് കൂടുതലുള്ളൊരു പ്ലേസ് ആട്ടോ പരുന്തുംപാറ. നമ്മളിപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റിലാട്ടോ നിൽക്കുന്നത്. അവിടെ നിന്ന് മലകളും കുന്നുകളൊക്കെ കാണാം. മഞ്ഞ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്, നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് മഞ്ഞാവുന്നുമുണ്ട്. സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷനും കൂടെ കേട്ടോ ഇവിടെ. ഇപ്പോൾ സിനിമ മാത്രമല്ല, വേറെ ഷൂട്ടുകളും കാര്യങ്ങളും, അതായത് കല്യാണത്തിലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സിനിമ ഇവിടെ എടുത്തിട്ടുമുണ്ട് കേട്ടോ. പരുന്തുംപാറയെന്ന് പേര് വരാൻ നിരവധി കാരണങ്ങൾ ഇവിടെയുണ്ട്. അതിലൊരു കാരണം പറയുന്നത് അവിടുത്തെ പാറകൾ പരുന്തിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് പരുന്തുംപാറയെന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പരുന്തിനെ എതിർത്ത് നിൽക്കാൻ പറ്റാത്ത കാറ്റ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് പരുന്തുംപാറയെന്ന് പറയുന്നത്. കുറേ കാരണങ്ങളിവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ച നല്ല മനോഹരമാട്ടോ. നല്ല തണുപ്പും കാര്യവും. ഇപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല പറ്റിയൊരു സ്ഥലം കൂടെ ആട്ടോ ഇത്. മഞ്ഞ് മാറിയ ടൈമിലെടുത്ത വീഡിയോസ് ആട്ടോ ഇത്. നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ മഞ്ഞായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ പാറ കാണാൻ പറ്റിയില്ല മഞ്ഞ് കാരണം. നമുക്ക് ഇവിടെ വന്നത് ഈ മിസ്സായിട്ടുള്ളത് പാറ കാണാൻ പറ്റില്ല കേട്ടോ. അതുപോലെ മഞ്ഞായിരുന്നു. മഞ്ഞ് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പാറ കാണാൻ പറ്റില്ല. അത് പരുന്തിൻ്റെ ഷേപ്പ് പോലെ തന്നെ കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം വന്നപ്പോൾ ഇവിടെ ഫുൾ മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. നമ്മളെന്നാൽ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് പോകാൻ തുടങ്ങുവാണ്. നിങ്ങൾ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഓഫ് റോഡ് പോലെ വണ്ടി പോകുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.